ഭക്ഷണം ഇഷ്ടപ്പെടാത്തവരാരാ ഉള്ളത്? നമ്മൾ കുറച്ച് പേരെങ്കിലും ഭക്ഷണം കഴിച്ച് സന്തോഷം കണ്ടെത്തുന്ന ആളുകളാണ്. ഞാൻ ബാസിം നാലകത്ത്, ബാസിം സ്ട്രീറ്റ് എന്നറിയപ്പെടുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് കാലെടുത്ത് വെക്കുമെന്ന് ചിന്തിച്ചപ്പോൾ അതിന് നേരെ വിപരീതം സംഭവിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ എൻ്റെ ഒരു കരിയർ ബിൽഡായി. അതാണ് ബാസിംസ് പ്ലേറ്റ്. എൻ്റെ ജേർണി ആരംഭിക്കുന്നത് 2017-ലാണ്. 2017 MBA പഠിച്ചത് ഞാൻ വാഗമണിലെ ഒരു മലയോര പ്രദേശത്താണ്. അവിടെ ഭക്ഷണം അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഭക്ഷണം കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. അവിടെ വെച്ചാണ് ഭക്ഷണം അന്വേഷിച്ച് ഓരോ യാത്ര തുടങ്ങുന്നത്. സ്കൂൾ കാലഘട്ടത്തിൻ്റെ ഭക്ഷണം അന്വേഷിച്ച് യാത്ര പോകുമായിരുന്നു. പക്ഷേ വാഗമൺ എത്തിയപ്പോൾ ഭക്ഷണം കിട്ടാതെ സ്റ്റക്കായി നിന്നു. പ്രത്യേകിച്ച് മലബാറിൽ അത്രയും ഭക്ഷണം സ്നേഹിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു സ്ഥലം മലയോര പ്രദേശത്ത് ഭക്ഷണം കിട്ടാതെ ഉള്ളൊരവസ്ഥ വന്നപ്പോൾ അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് MBA പഠിക്കുന്ന സമയത്ത് ഭക്ഷണം അന്വേഷിച്ച് ഒരുപാട് സ്ഥലത്ത് പോയി. അതൊരു ബ്ലോഗ് തുടങ്ങി ഞാൻ. അന്ന് വ്ളോഗറല്ല, അന്ന് ബ്ലോഗ് തുടങ്ങിയതാണ്. എവിടെ നല്ല ഭക്ഷണം കിട്ടും എന്ന് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അതിന് ക്യാപ്ഷൻ അടിക്കുറിപ്പ് എഴുതി തുടങ്ങിയതാണ് നമ്മളെ ഈ ഒരു യാത്ര. ബാസിംസ് പ്ലേറ്റ് എന്ന പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവരും ചോദിച്ചു എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടുക. അങ്ങനെ തുടങ്ങിയ ആ ഒരു പേജാണ് ഇന്ന് ബാസിംസ് പ്ലേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന് ഒരുപാട് പേരുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആദ്യം തന്നെ ഒരു കൊമേഴ്സ് പ്രൊഫസറുടെ മകനായ ഞാൻ ഒരു MBA പഠിച്ചിട്ട് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും പലയിടത്തു നിന്നെല്ലാം എന്നെ ജോലിക്ക് പോകുന്നില്ല അങ്ങനെ പറഞ്ഞ് പലവരും സങ്കടപ്പെടുത്തിയിരുന്നു. അപ്പോഴെല്ലാം എൻ്റെ രണ്ടാമത്തെ ബ്രദർ വളരെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഈ ഒരു അന്ന് ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് പലർക്കും അറിയില്ല. അന്ന് എൻ്റെ രണ്ടാമത്തെ ബ്രദർ ഒരാളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, നാളെ എന്തെങ്കിലും ആവും എന്ന് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ് ഈ ഒരു പേജ്. ഇന്നിപ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്നുണ്ട്. കാരണം നമ്മളെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് ഒരുപാട് റെസ്റ്റോറൻറ്റുകളിലും വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പലരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് കാരണം അദ്ദേഹം പല ആളുകളും രക്ഷപ്പെട്ട് അവരുടെ സന്തോഷം കിട്ടി. ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞ് സന്തോഷം കിട്ടിയിരുന്നു. അപ്പോൾ 2017 തുടങ്ങിയൊരു പേജ്, അന്ന് ഞാൻ പറഞ്ഞല്ലോ ബ്ലോഗ് തുടങ്ങിയതിന് ശേഷം അന്ന് വീഡിയോസ് ആരും അങ്ങനെ ശ്രദ്ധിക്കാതായി. ഫസ്റ്റ് ഒരു വീഡിയോ ഇറക്കിയ സമയത്ത് സാധാരണ ഒരു മലയാളം ഭാഷയിൽ വ്ളോഗ് ചെയ്തപ്പോൾ കേരളത്തിൽ അന്ന് 5-6 പേര് മാത്രമേ ഫുഡ് വ്ളോഗിങ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് കുറച്ച് പേരെല്ലാം ഈ വീഡിയോ കണ്ടിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു വീഡിയോ, ഇതിലെന്താ ഇത്ര പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ വീട്ടിൽ എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ പാരൻസിനോടൊക്കെ സംസാരിക്കുന്ന ഭാഷയിൽ വീഡിയോ ചെയ്തപ്പോൾ ഒരൊറ്റ വീഡിയോ തന്നെ അന്ന് ടിക്ടോക്കിൽ 1 മില്യൺ വ്യൂസ് കിട്ടി. അവിടെയായിരുന്നു നമ്മളെ ടേണിംഗ് പോയിൻ്റ്. അന്നാണ് മനസ്സിലാക്കിയത് ഇത് കൊണ്ട് നമുക്ക് നാളെ എന്തെങ്കിലുമൊക്കെ ആവാം എന്നൊരു കോൺഫിഡൻസ് മനസ്സിൽ വന്നത്. MBA പഠിച്ച ഞാൻ ആ സമയത്ത് ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവുമോ എന്ന പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി 8 വർഷങ്ങൾക്ക് ഇപ്പുറം അത്രയും സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൽ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേരുടെ സപ്പോർട്ട്, എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകളുണ്ട്, അതിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോളേജ് കാലഘട്ടത്ത് ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ വന്ന് ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ പോയ സമയത്താണ് നമ്മൾ ഓരോ സ്പോട്ടുകൾ കണ്ടെത്തുന്നത്. അന്ന് ഈ ആദ്യത്തെ വീഡിയോ വൈറലാവുന്നതിന് മുമ്പ് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് അന്ന് വ്ളോഗൊന്നും അത്ര പരിചയമില്ലാത്ത സമയത്തായിരുന്നു, ഏകദേശം 2016 കാലഘട്ടത്ത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ മലപ്പുറം സ്ലാങ്ങിൽ, എൻ്റെ നാട്ടിൽ അതേ സ്ലാങ്ങിൽ മലയാളം സംസാരിച്ചപ്പോൾ അത്രയും ആളുകൾ വീഡിയോ ശ്രദ്ധിച്ചു. അതിനുശേഷം ഉണ്ടായൊരു ഇമ്പാക്റ്റാണ് ഈ ഒരു വീഡിയോ വൈറലാവുന്നതും എല്ലാം. അതിനുശേഷം എനിക്കുണ്ടായ ഒരു വലിയൊരു ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളിലേക്ക് എന്തെങ്കിലും സാധനം കൊടുക്കണം. മീൻസ് നമ്മൾ മാത്രം വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്ക് എന്തെങ്കിലും സാധനം കിട്ടണമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ നമ്മളന്നൊരു ഗീവ് അവേ എന്നൊരു സംഭവം നടത്തി. അന്ന് കേരളത്തിൽ ആരും അങ്ങനെ ഗീവ് അവേ എന്ന് പറഞ്ഞ സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് വെറും 1 ലക്ഷം പേര് ഫോളോ ചെയ്തിരുന്നൊരു പേജ് ഒറ്റ രാത്രി കൊണ്ടാണ് 6 ലക്ഷം പേരായിലേക്ക് എത്തിയത്. ഞാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ പണ്ടത്തെ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു, അത് കൊടുത്ത സമയത്ത് അത്രയും പേര് അത് ഫോളോ ചെയ്ത് അന്നൊരു ഇമ്പാക്റ്റ് സംഭവിച്ചു. ആ ഒരു കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്താണ്. കോവിഡിൻ്റെ സമയത്തും ഒരുപാട് പേര് വീഡിയോ കണ്ട് അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു മേഖല അത്രയും സ്ട്രോങ് ആയത്. ഇപ്പോൾ നമ്മളെ മേഖലയിൽ ഒരുപാട് പേര് വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണ്. നമ്മൾ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ടില്ലാത്ത ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പാരൻസ് ആയാൽ പോലും എൻ്റെ ഫ്രണ്ട്സ് ആയാൽ പോലും ഏറ്റവും കൂടുതൽ പേര് സപ്പോർട്ട് ചെയ്യുന്നത് ഈ വ്ളോഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇന്നിപ്പോൾ നമ്മൾ ട്രാവൽ ഏജൻസി റൺ ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോം റൺ ചെയ്യുന്നുണ്ട് ഡീൽ ബഡ്ഡി എന്ന പേരിൽ. എല്ലാം നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് വെച്ചാൽ ഈ ഒരു ഫുഡ് വ്ളോഗ് മാത്രം ചെയ്തിട്ടാണ്. ഇപ്പോൾ ചെറിയ ചെറിയ കടക്കാരെ കാണുമ്പോൾ
നമ്മൾ പോയിട്ട് ഓരോ ചെറിയ തട്ടുകട പോലത്തെ ചെറിയ കടകളിൽ പോയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അയാൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ അയാൾക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടെന്ന്. ഞാൻ അവിടെ പോയൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ വരുന്നൊരു തിരക്ക് കണ്ട് പിന്നെ എപ്പോഴും അവിടെ പോകുമ്പോൾ അയാളെ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് നമുക്ക് കിട്ടുന്ന നമ്മളെ കരിയറിനെ കണക്ട് ചെയ്യുന്നത്. സോ ഹിയർ ഐ ആം ബാസിം സ്പ്രൈറ്റ്. താങ്ക് യു സോ മച്ച്.